ഓച്ചിറ ദേശീയപാതയിൽ റോഡിന്റെ വശത്ത് ഓട നിർമ്മിക്കാൻ വേണ്ടി എടുത്ത കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. കൊല്ലം മേമന സ്വദേശി 50-കാരനായ അജിയാണ് മരിച്ചത്. ഓച്ചിറ ദേശീയപാതയിലാണ് ഈ ഒരു അപകടമുണ്ടായത്. ഇതിൽ ഓട നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വീണാണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചത്. 50-കാരനായ അജിയാണ് മരിച്ചത്. പോലീസിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ മൃതദേഹം ഓടയിൽ നിന്നും പുറത്തെടുത്തു. ദേശീയപാത അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഈ ഒരു അപകടമുണ്ടായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണൻ പറയുന്നുണ്ട്. ഓച്ചിറ ദേശീയപാതയിലാണ് ഈ ഒരു റോഡിന്റെ വശത്ത് ഓട നിർമ്മിക്കാൻ വേണ്ടിയെടുത്ത കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരൻ മരിച്ചത്. കൊല്ലം മേമന സ്വദേശിയായ അജിയാണ് മരിച്ചത്. 50 വയസ്സാണ് പ്രായം. പോലീസിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ഏതായാലും മൃതദേഹം ഓടയിൽ നിന്ന് പുറത്തെടുത്തു. ഈ ഒരു സംഭവത്തിൽ ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണ് ഈ ഒരു അപകടമുണ്ടാകാൻ കാരണം എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണൻ അടക്കമുള്ളവർ പറയുന്നത്. കൊല്ലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഓച്ചിറ ദേശീയപാതയിലാണ് റോഡിന്റെ വശത്ത് ഓട നിർമ്മിക്കാൻ വേണ്ടിയെടുത്ത കുഴിയിൽ വീണ് കൊല്ലം മേമന സ്വദേശിയായ അജി മരിച്ചത്. കൊല്ലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഓച്ചിറ ദേശീയപാതയിലാണ് ഈ ഒരു അപകടമുണ്ടായത്. റോഡിന്റെ വശത്ത് ഓട നിർമ്മിക്കാനായി എടുത്ത കുഴിയിൽ വീണാണ് ഈ ഒരു ബൈക്ക് യാത്രക്കാരൻ മരിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൊല്ലം മേമന സ്വദേശിയായ അജിയാണ് മരിച്ചത്. പോലീസിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലാണ് ഈ ഒരു മൃതദേഹം ഓടയിൽ നിന്നും പുറത്തെടുത്തത്. ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണ് ഈ ഒരു അപകടം ഉണ്ടാകാൻ കാരണം എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണൻ അടക്കമുള്ളവർ പറയുന്നത്. കൊല്ലം ഓച്ചിറ ദേശീയപാതയിലാണ് ഈ ഒരു റോഡിന്റെ വശത്ത് ഓട നിർമ്മിക്കാൻ വേണ്ടിയെടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരനായ കൊല്ലം മേമന സ്വദേശി 50-കാരനായ അജി മരിച്ചത്.